ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. സി കേരളം സൂപ്പർ ബമ്പർ co-powered by Parle Hide and Seek Choco Chip Cookies. ഇന്ന് സൂപ്പർ ബമ്പർ ഷൂട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, കോട്ടക്കൽ. വെറും കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ പോരാ, സാമൂതിരിയുടെ പടത്തലവൻ കുഞ്ഞാലി മരക്കാരുടെ നാട്ടിൽ. നമ്മള് സാധാരണ നമ്മുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ പോവാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഓരോ ക്ലബ്ബുകളായിരിക്കും പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുന്നൊക്കെ. പക്ഷെ ഇവിടെ ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഇവരുടെ ഒരു കൂട്ടായ്മ, അത് വെറും ഒരു ക്ലബ്ബല്ല, അതൊരു ലൈബ്രറിയാണ്. വെറും ലൈബ്രറി മാത്രമല്ല, വായനാശീലം വീണ്ടും വീണ്ടും വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ ലൈബ്രറി അത് മാത്രമല്ല ചെയ്യുന്നത്, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ ഒരു കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് വായനശാല എന്ന് പറയുന്നത്. ഏതായാലും ഇവരോടൊപ്പം ഇന്നത്തെ ഈ ഒരു ദിവസം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കെല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കലാകാരന്മാരുടെ ഒരു നാടാണ് നമ്മുടെ ഈ വടകര എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാപ്പിളപ്പാട്ടുകളുടെ സുൽത്താൻ ഒരേ ഒരു പേരേ ഉള്ളൂ കോഴിക്കോടുകാർക്ക്. ആരാണ് ഇപ്പോൾ? വടകരയുടെ സുൽത്താൻ, പ്രിയങ്കരനായ താജുദ്ദീൻ വടകര. താജുദ്ദീൻ വടകരയെ അറിയാത്തവർ ചുരുക്കമായിരിക്കും. ഒരു കാലത്തല്ല, ഇപ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറാതെ നിൽക്കുന്ന നെഞ്ചിനുള്ളിൽ നീയാണ്. സ്വാഗതം ചെയ്യാം പ്രിയ സുഹൃത്ത് താജുദ്ദീൻ വടകരയെ. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാൻ പറ്റി. അതിനേക്കാളും സന്തോഷം താജുവിന്റെ നാട്ടിൽ വെച്ച് കാണാം. ഇത് കുഞ്ഞാലി മരക്കാരുടെ നാട് മാത്രമല്ല, ഞാൻ 4 വർഷമായിട്ടുള്ള ഇവിടെ വന്നിട്ടുള്ളൂ. ശരിക്കും ഇത് മാവേലിയുടെ നാടാണ്. കാരണം ഇവിടെ ജാതിയില്ല, മതമില്ല, ഒരു രാഷ്ട്രീയ വേർതിരിവില്ല, ഒന്നും. നമുക്കിവിടെ ഏറ്റവും വലിയ കാണാൻ പറ്റിയത് ഒരു പ്രോഗ്രാമിന് ഇത്രയും ജനങ്ങൾ, അതായത് നാട്ടുകാരെ എന്ന് പറയാം അല്ലെ, നാട്ടുകാർ ഇത്രയും കൂടി നിൽക്കുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യം. ഞാനിവിടെ ഒരു കലാകാരനായിട്ടൊന്നല്ല ജീവിക്കുന്നത്, ഇടയിലുള്ള ഏതെങ്കിലും ഒരാളായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അല്ലേ? കാരണം എന്നേക്കാളും നല്ല കലാകാരന്മാരുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ ഫൈസൽ ഭായി ഉണ്ട്, പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരുണ്ട്. എന്നേക്കാളും മുന്നേ ആൽബം മീഡിയയിലുള്ള വലിയ നാണിയാണ് ആള്, മുസ്തഫ. എന്നേക്കാളും മുന്നേ ഈ മീഡിയയിലുള്ള ആളാണ്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണോ വീട്? തൊട്ടടുത്ത്. ഓക്കെ, ഒരുപാട് സന്തോഷമല്ലേ ജീവിതം. പിന്നെ എനിക്ക് എന്നെ കൂടുതൽ പറയാനുള്ളത് ഈ ഒരു വായനശാല. കാരണം ഒരു അഭിനേതാവ് എന്നുള്ള നിലക്ക് ഏതെങ്കിലും ഒരു നടനും മമ്മൂക്കയും സത്യമാഷി നസീർ സാറിനെയൊന്നും ഒക്കെ കാണാതെ കേൾക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ ഈ ഒരു വായനശാല ഒരു മാതൃകാ വായനശാല. ഏത് പാതിരാ നേരത്തും കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, ഒരു മടിയും കൂടാതെ ഞാനാണോ നീയാണോ മുന്നിൽ എത്തുക എന്നുള്ളൊരു ധാരണയിൽ ഉള്ള കുറെ പ്രവർത്തകരുണ്ട്. ഇവിടെ ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ 3 ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. തറവാട് ചാരിറ്റബിൾ ട്രസ്റ്റ്, കിഫ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതൊക്കെ ഈ ഒരു നാടിൻ്റെ ശോഭയാണ്, ഐശ്വര്യമാണ്. വടകരയെ വാനോളം ഉയർത്തി വടകരയെ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട താജുദ്ദീൻ്റെ ഒക്കെ പാട്ട് ഒരു കാലത്ത് ഗാനമേള വേദികളിൽ ഞങ്ങളുടെ നാട്ടിൽ കോട്ടയം ജില്ലയിലേക്ക് താജു അധികം അങ്ങോട്ട് അന്നൊന്നും എത്തിയിട്ടില്ലായിരുന്നു ആ കാലത്ത്. പക്ഷെ ഞങ്ങൾ ആദ്യം താജുദ്ദീനെ കാണുന്നതിന് മുമ്പേ വേദികളിൽ ഈ പാട്ട് കേട്ട് കേട്ട് ഞങ്ങൾ ഒരുപാട് മതി മറന്നിട്ടുണ്ട്. താജുദ്ദീൻ വടകര വരുമ്പോൾ ഒരു പാട്ട്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ.
നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. താങ്ക് യു. സാധാരണ ഒരു കലാകാരൻ വളർന്നു വരുമ്പോൾ ചുറ്റുള്ളവരെ മറന്നു പോകാൻ ചിലർ ശ്രമിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും അദ്ദേഹം വന്നപ്പോൾ പറയുന്നത് തൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു സുഹൃത്ത് കൂടെ വന്നിട്ടില്ലേ, മുസ്തഫ നാണിയാണെന്ന് പറഞ്ഞല്ലേ. മിസ്റ്റർ നാണി വരൂ. താജുവിന്റെ ആത്മാർത്ഥ സുഹൃത്താണല്ലേ വരുന്നത് അല്ലേ? ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കൂടുതൽ പരിചയപ്പെട്ടത്. പക്ഷെ എന്നെ കാണാനായിട്ട് വടകര വരാറുണ്ടായിരുന്നു. ആണാ? എന്നിട്ട് എന്റെ അടുത്ത് വരാതെ പോകും. ഇവിടെ വന്നപ്പോഴാണ് ആ കഥകളൊക്കെ പറയുന്നത്. പക്ഷെ എന്നേക്കാളും മുന്നുള്ള ഈ ഫീൽഡിൽ നാണിയാണല്ലേ. നമ്മൾ നാണം ഉണ്ടെന്ന് പറയില്ലേ, നാണിന്ന് വിളിക്കുന്നത്. നാണി ഒരുപാട് ആൽബങ്ങളിൽ അഭിനയിച്ച ആളാണ് അല്ലേ? താജുവിന്റെ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതല്ലേ, ഞങ്ങൾ കുറെ വിളിച്ചിട്ടും വന്നില്ല ആദ്യം. അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്. താജു കൂടെ നിൽക്കുന്നവരെല്ലാം വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരുപാട് സന്തോഷം താജുവിന്റെ നാട്ടിൽ വരാനും ഈ വടകരയിലെ ഈ സ്നേഹം, നിങ്ങളുടെ ഈ ക്ലബിന്റെ സ്നേഹം, നമ്മുടെ നാടിന്റെ സ്നേഹം, കോട്ടക്കലെ ഈ സ്നേഹം തിരിച്ചറിയാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട് താജു. എന്തായാലും ഈ നാട്ടുകാർക്ക് വേണ്ടി, ഈ നമ്മുടെ ഫ്രണ്ട്സ് വായനശാലയ്ക്ക് വേണ്ടി, ഈ നാട്ടിലെ ഓരോ സന്മനസ്സുകളെയും ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കാൻ നിങ്ങൾ നടത്തിയ ശ്രമത്തിന് അഡ്വാൻസായി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും എൻ്റെ എല്ലാവിധ താങ്ക്സ് പറയും. തീർച്ചയായിട്ടും. സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ് സ്വാഗതം ചെയ്യുകയാണ്. 5 പേരുടെ പേര് നമ്മൾ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് നമുക്ക് നോക്കാം. ആരാണ് ഈ ലോട്ടെടുക്കുന്നത്? വന്നോളൂ. എന്താ പേര്? അഭിരാം. ഒരെണ്ണെടുത്തോളൂ. ഓക്കെ, അപ്പോ നമ്മുടെ കളി തുടങ്ങാൻ സമയമായി. കളിക്കാൻ റെഡി ആയിട്ടുള്ള ആ ഭാഗ്യവതി ഇല്ലെങ്കിൽ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം. ജിഷ. സ്വാഗതം ചെയ്യാം ജിഷയെ സൂപ്പർ ബമ്പറിലേക്ക്. അപ്പോൾ സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ കളിക്കാൻ പോകുന്നത് ജിഷയാണ്. ജിഷ, എന്താണ് വിശേഷം? ഇല്ല, ഉടക്കാൻ വരുന്നത് എന്താണ്? ജിഷ എന്ന് വിളിക്കുമ്പോ പേടിപ്പിക്കുക എന്നെ. മൊത്തത്തിൽ ആ ശിങ്കാരി മേളത്തിന്റെ സ്റ്റൈൽ ഉണ്ടല്ലേ. എത്ര നാളായിട്ട് ശിങ്കാരി മേളം ചെയ്യുന്നു ജിഷ? 2 വർഷം. 2 വർഷം. നിങ്ങളുടെ നല്ല ടീമുണ്ടോ? എത്ര പേരുണ്ട്? 15 പേര്. ആരാ ലീഡർ? ആരാ? ആണോ? അതിന്റെ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ മുഖത്തല്ലേ? അഹങ്കാരമൊന്നുമില്ല. എങ്ങനെയുണ്ട്? പ്രോഗ്രാംസ് ഉണ്ടോ? ഒരുപാട്. എന്ത് ടൈപ്പ് പ്രോഗ്രാംസ് നിങ്ങൾ കൂടുതൽ എടുക്കുന്നത്? ഉദ്ഘാടനം, കല്യാണം? കല്യാണം 1-2 ഇല്ല. മെയിൻ ആയിട്ട് എന്തൊക്കെയാണ്? സ്റ്റേജ് പ്രോഗ്രാംസ് ആണല്ലേ. എന്താണ് ജിഷ എന്താണ് വായിക്കുന്നത്? ചെണ്ടയാണോ? ഞാൻ മേളാണ്. ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ഭർത്താവ്, ഒരു മോൻ. മോൻ ചെണ്ട വായിക്കുവോ? പഠിച്ച് വന്നിട്ടുണ്ടോ? ഭർത്താവ് ഇല്ല, ഭർത്താവ് വന്നില്ല. കൊണ്ടുവന്നില്ല അല്ലേ? ഓക്കെ, അപ്പോ നമ്മൾ കളിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് 1000 രൂപയുടെ ഗെയിമാണ്. ജിഷയെ കാത്തിരിക്കുന്നത് ഏത് ഗെയിമാണെന്ന് നോക്കാം. അതിനു മുന്നേ പ്രേക്ഷകർക്കായിട്ട് ഇതിന്റെ നിയമാവലികൾ ഒന്ന് പറയുക. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ
10,000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്നു പ്രിയങ്കരിയായ ജിഷ. ജിഷ 1000 രൂപയുടെ കളിക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തുടങ്ങുകയാണ് ആദ്യത്തെ ഗെയിം. വന്നോളൂ. ജിഷയ്ക്കുള്ള ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് സ്മൈൽ പിരമിഡ്. ഗെയിം എന്ന് പറഞ്ഞു തരാം. ഗെയിം 4 ലെയറുകളായിട്ട് ഇവിടെ വെക്കുക. ഇങ്ങനെ അടുക്കി 4 ലെയറുകൾ എടുക്കുക. അതിന്റെ മുകളിൽ 3 ലെയർ വെക്കണം. 3 ലെയറിന്റെ മുകളിൽ 2 ലെയർ വെക്കണം. ഏറ്റവും മുകളിലത്തെ ഒരു ബോള് കൈകൊണ്ടെടുത്ത് വെക്കണം. അതെല്ലാം ചെയ്യേണ്ടത് ഈ 2 സ്റ്റിക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കിന് ഉപയോഗിച്ചാണ് ഇത് ചെയ്യേണ്ടത്. മനസ്സിലായി കാണുമല്ലോ. ഏതായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഈ ഗെയിമിൽ കിട്ടാൻ പോകുന്ന ഉറപ്പുള്ള സമ്മാനം ജയിച്ചു കഴിഞ്ഞാൽ 1000 രൂപയാണ് ജിഷയെ കാത്തിരിക്കുന്നത്. ഗെയിം സ്റ്റാർട്ട്. സ്മൈൽ പിരമിഡ്. 120 സെക്കൻഡാണ് സമയം. ജിഷ 1000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനം. ഗംഭീരമായിട്ട് ജിഷ ചെയ്യുന്നുണ്ട്. കൈ വിറയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല. 120 സെക്കൻഡിനുള്ളിൽ ഈ പിരമിഡ് ഉണ്ടാക്കി വെക്കുക. 1000 രൂപയാണ്. തകർത്തോണ്ടിരിക്കുകയാണ്. നല്ല കയ്യടി. പിരമിഡ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ജിഷ. കൈവറക്കാതെ സമയം കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ച് ജിഷ കളയാതെ. 1000 രൂപ ഉറപ്പുള്ള സമ്മാനം. ആദ്യത്തെ ലെവല് കഴിഞ്ഞു. ബാക്കിയുണ്ട്. സ്പീഡ് കൂടിയിട്ടുണ്ട്. കാര്യങ്ങളുടെ നാക്ക് മനസ്സിലായിട്ടുണ്ട്. ജിഷ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു തുടങ്ങി. വെരി ഗുഡ്. ജിഷ ശ്രദ്ധിച്ച് ജിഷ തട്ടിക്കളയല്ലേ. ഇനി കൈകൊണ്ട്. 1000 രൂപയുടെ സമ്മാനം. സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ആദ്യത്തെ സമ്മാനമാണ് ജിഷ ഇന്നിവിടെ വാങ്ങാൻ പോകുന്നത്. തീർച്ചയായിട്ടും ജിഷയ്ക്ക് 1000 രൂപയാണ് സമ്മാനമായി കൊടുക്കുന്നത്. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോകാം അല്ലേ. 2000 രൂപയുടെ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. അതായത് 2000 രൂപ കിട്ടത്തില്ല ഇതിൽ ജയിച്ചാൽ. 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. 3000 രൂപയുടെ ഗെയിം ജയിച്ചാൽ എന്ത് കിട്ടും? ഉറപ്പുള്ള 3000 രൂപ കിട്ടും. അപ്പോൾ നമുക്ക് 2000 രൂപയുടെ ഗെയിം ഏതാണെന്ന് നോക്കാം. എടുത്തോളൂ ജിഷ. ജിഷയ്ക്കുള്ള അടുത്ത ഗെയിം അറിയണ്ടേ എല്ലാവർക്കും? അത് പറയുന്നതിന് മുമ്പ്, അറിയുന്നതിന് മുമ്പ് നമുക്ക് നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം.
മാലിനിയുടെ തീരങ്ങൾ കഴുകി വരും പനിനീർ കാറ്റേ ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവനസത്യം മാലിനിയുടെ തീരങ്ങൾ കഴുകി വരും പനിനീർ കാറ്റേ ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവനസത്യം 1, 2, 3, 4 ചുരുക്കിന് മുക്കാമുഴം പോട്ടെ മരി കൊഴുന്ന് കബക്കിന് മാട്ടി പൊടിച്ച് വെസ്താകുമാക്കി റസോമാരേകം അസുഖം കളഞ്ഞല്ലോ. നമുക്കിന്ന് നിർത്താം. രാജമാണിക്കോ, ഈ സംഗീതം വരുന്നത് ഒരു പ്രത്യേക മൂഡിലാണ്. ആ സമയത്ത് ശല്യപ്പെടുത്തരുത്. 1, 2, 3, 4 പോലെ കുരുക്കിലാക്കണം ഉടുത്ത പൂങ്കവിളിൽ നനുത്ത കുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം ഉടുത്ത പുങ്കവിളി നനുത്ത കുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം വിജി വിജി ചൂടി കൊച്ചമ്മിണി വന്നാൽ തക്കിളി കിളി കൂട്ടി തക്കിളി ഉണക്ക് പെൺമണിയേ നുണക്ക് വിദ്യകളായി മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം തുടുത്ത പുങ്കവിളി നനുത്ത കുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം சொடக்கு மேல சொடக்கு போடுது என் வரல் வந்து நடுத்தருவில் நின்னு சொடக்கு மேல சொடக்கு போடுது சொடக்கு மேல சொடக்கு போடுது என் விரல் வந்து நடுத்தெருவில் நின்னு சொடக்கு மேல சொடக்கு போடுது சொடக்கு மேல சொடக்கு போடுது என் விரல் வந்து நடுத்தெருவில் நின்னு சொடக்கு மேல சொடக்கு போடுது சொடக்கு மேல சொடக்கு மேல కొంచెం బీట్ మార్చండి రా బాబు. Chin up, shoulder down, chin down, chin പൊടിക്കാം. Eyes open, ready. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പെർഫോമൻസ്? സൂപ്പർ അതാണ്. എങ്ങനെയുണ്ടായിരുന്നു? അതാണ്. ഇവിടുത്തെ കുട്ടികളാണ് ഗംഭീരമായിട്ട് കളിച്ചു. നല്ല കോർഡിനേഷൻ ആയിരുന്നു. ഗംഭീരം തന്നെയായിരുന്നു അല്ലേ? അപ്പോ അടുത്ത ഗെയിം നമ്മൾ വായിച്ചില്ല. നിശയ്ക്കുള്ള ഗെയിം ഏറ്റവും എളുപ്പമുള്ള ഗെയിമാണ് ഇവിടെ കൊടുക്കുന്നത്. ഗെയിമിന്റെ പേര് അറിയണ്ടേ? ഗെയിമിന്റെ പേരാണ് ബോൾ ക്യാച്ചർ. അപ്പോ ഗെയിം എന്താണെന്ന് പറയാം. ഇതിന് സഹായിക്കാനായിട്ട് ജിഷയുടെ 2 സുഹൃത്തുക്കളെയും കൂടെ വിളിക്കണം. വിളിച്ചോളൂ. 2 പേര് ആരൊക്കെയാണ്? സുനീഷ് സുനീഷ്, കമോൺ സുനീഷ്.
100 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് ഒരു ബോൾ എടുക്കുക. ഓരോ ബോൾ ഇങ്ങനെ എറിഞ്ഞ് ജിഷയുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന ഈ ഗ്ലാസ്സിലിടുക. അപ്പോൾ 100 സെക്കൻഡിനുള്ളിൽ 4 ബോളുകളാണ് എറിഞ്ഞ് ഈ ഗ്ലാസ്സിലിടേണ്ടത്. അപ്പോൾ 2000 രൂപയുടെ ഗെയിമാണ്. ടോട്ടൽ 4 ബോൾ ഇടണം. നിങ്ങൾ മാറി മാറി എറിഞ്ഞ് 100 സെക്കൻഡിനുള്ളിൽ 4 ബോൾ ഇടണം. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ബോൾ ക്യാച്ചറാണ്, അതായത് 2000 രൂപയുടെ കളി. റെഡി? ഗെയിം സ്റ്റാർട്ട്. ശ്രദ്ധിച്ചിടൂ. 4 ബോളുകൾ. 1, വെരി ഗുഡ്. 2, 40 സെക്കൻഡ് കഴിഞ്ഞു. 3, 4. ജിഷേ, എന്തോ ജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ചെറുതായിട്ട് പ്രതീക്ഷ ഉണ്ടേനു. ചെറിയായിട്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടേനു. ജയിച്ചു. അപ്പൊ 2000 രൂപയുടെ കളി ജയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ തലേന്ന് നിൽക്കുമ്പോൾ നമുക്ക് കഴിക്കാം അല്ലേ? ആശ്വാസം. ഹാപ്പിയായി. ഹാപ്പി. ഇനിയിപ്പോ നമുക്ക് എത്ര രൂപയുടെ ഗെയിമാണ് ജിഷ ഉള്ളത്? 3000. 3000 രൂപയുടെ ഗെയിമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ? റെഡിയാണേ. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ കളിക്കാൻ പോകുന്നത് ജിഷയാണ്. വെറും കളിയല്ല, 3000 രൂപയുടെ കളി. തീർച്ചയായിട്ടും നമുക്ക് 3000 രൂപയുടെ കളി, ജിഷയെ കാത്തിരിക്കുന്ന കളി ഏത് കളിയാണെന്ന് നോക്കാം. ജിഷയ്ക്കുള്ള ഗെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഓക്കെ, എടുത്തോളൂ. ജിഷയ്ക്കുള്ള ഈ ഗെയിമിന്റെ പേരാണ് ബുൾഡോസർ. എന്റെ അമ്മേ. ബുൾഡോസർ. 80 സെക്കൻഡ് ആണ് ഗെയിമിന്റെ സമയം. ജിഷയുടെ തലയിൽ നെറ്റിയിൽ ഒരു ഗ്ലാസ് കെട്ടിക്കൊടുക്കും. എങ്ങനെയാണോ ഒരു ബുൾഡോസർ പ്രവർത്തിക്കുന്നത് അതേപോലെ ഓരോ ബോൾ എടുക്കുക. 1, 2 കയറിയാലും കുഴപ്പമില്ല, ഇതിൽ കൊണ്ടുപോയി ഇടുക. അപ്പോൾ സമയം 80 സെക്കൻഡ് ആണ്. 20 ബോളാണ് ഇടേണ്ടത്. ജിഷ റെഡിയല്ലേ? റെഡിയാണ്. ബോളിന്റെ എണ്ണം ഒന്ന് കുറച്ചാണ്. ബോളിന്റെ എണ്ണം കുറയ്ക്കാൻ യാതൊരു മാർഗവുമില്ല. നമ്മുടെ ഗെയിം മാസ്റ്റർ വളരെ സ്ട്രിക്റ്റ് ആണ് ഈ കാര്യത്തിൽ. അപ്പോൾ കളിക്കാൻ പോവുകയാണ്. ഗെയിമിന്റെ പേരെന്താണ്? ബുൾഡോസർ. ബുൾഡോസർ. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റെഡി, സ്റ്റാർട്ട്. സ്പീഡിൽ ചെയ്യൂ, സ്പീഡിൽ ചെയ്യൂ. അത് ഇഷ്ടപ്പെട്ടു. റെഡി, 80 സെക്കൻഡേ ഉള്ളൂ. 2, 3 ബോള്. വെരി ഗുഡ്. 20 സെക്കൻഡ് കഴിഞ്ഞു. 20 സെക്കൻഡ് കഴിഞ്ഞു. യെസ്, വെരി ഗുഡ്. ഇട്ടോളൂ. ഓക്കെ, 40 സെക്കൻഡ് കഴിഞ്ഞു. റെഡി, 6 ബോള്. 10 സെക്കൻഡ് ബാക്കിയുണ്ട്. 8 സ്പീഡിൽ, സമയമില്ല. സെക്കൻഡ് ബാക്കി. 8, 9, 10, 11 ബോള്. 20 സെക്കൻഡ് ബാക്കിയുള്ളൂ. 12, 13, 14. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അപ്പോൾ 80 സെക്കൻഡ് ആയിരുന്നു ഈ ഗെയിമിന്റെ സമയം. ജിഷ ഇത്രയും ബോൾ ഇട്ടിട്ടുണ്ട്. ജയിച്ചോ തോറ്റോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ നാട്ടിലെ ഒരാളെ തന്നെ വിളിക്കാം. ഒന്ന് എണ്ണാൻ വന്നോളൂ ചേട്ടാ. എണ്ണ നോക്കിയിട്ട് ചേട്ടൻ തന്നെ തീരുമാനിച്ചോളൂ. എത്ര എണ്ണ ഉണ്ട്? 1, 2, 3, 4,
5 6 7 8 9 10 11 12 13 14 15 16 17 18 19 ജിഷേ എന്താണ് എന്തുപറ്റി? ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ല. ഉം. സാരമില്ല. ഒരു എന്താ എത്ര സ്പീഡ് കുറഞ്ഞതിന്റെ ആണോ? എന്ത് പറ്റി? ഒരെണ്ണം അതാ, ആദ്യം പേടി തോന്നി, ആ. പിന്നെ ഒരു ഉഷാറ് വന്നു. ഉഷാറ് വന്നു. ഉഷാറ് വരുമ്പോഴത്തേക്ക് സമയവും കഴിഞ്ഞു പോയി. അവസാനമായപ്പോ കുറെ എണ്ണം കിട്ടും അല്ലെ? ആദ്യത്തെ ഒരു പ്രശ്നം അല്ലേ? ആ രണ്ടും കൂടി ആയാലും ഒന്നങ്ങ് കുറച്ചിട്ട് ഒന്നങ്ങ് കയ്യിലിട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലേ? കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ടൈം കഴിഞ്ഞു പോയില്ലേ ജിഷ? ഇത്രയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ജിഷ 4 പേരോട് വെയിറ്റ് ചെയ്ത് നമ്മൾ ഇത്ര നേരം സംസാരിച്ചു നിന്നില്ല, നിങ്ങൾക്ക് ഒന്നനോട് സഹകരിച്ചു കൂടായിരുന്നോ? ഒരുപാട് നന്ദി. ഇനി ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ പറ്റട്ടെ. മേളങ്ങൾ നന്നായിട്ട് കൊഴിപ്പിക്കട്ടെ. ഫാമിലിയും എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഒരുപാട് സന്തോഷം. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ പ്രിയങ്കരിയായ ജിഷയായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി പുറത്തു പോകേണ്ടി വന്നു. എങ്കിലും 4 കണ്ടസ്റ്റന്റ് ബാക്കിയാണ്. വീണ്ടും നമുക്ക് ആ 4 കണ്ടസ്റ്റന്റിൽ ആരാണ് അടുത്ത ഗെയിം കളിക്കുവാൻ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോ 4 കണ്ടസ്റ്റന്റ് ഇതിനുള്ളിൽ ഭദ്രമായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരാളെയാണ് നമുക്ക് തെരഞ്ഞെടുക്കാൻ മാർഗമുള്ളൂ. വന്നോളൂ മോളെ. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. ആദ്യത്തെ സമ്മാനമാണ് ജിഷ ഇന്നിവിടെ വാങ്ങാൻ പോകുന്നത്. തീർച്ചയായിട്ടും ജിഷയ്ക്ക് 1000 രൂപയാണ് സമ്മാനമായി കൊടുക്കുന്നത്. അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോകാം അല്ലേ? 2000 രൂപയുടെ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. അതായത് 2000 രൂപ കിട്ടത്തില്ല ഇതിൽ ജയിച്ചാൽ. 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. 3000 രൂപയുടെ ഗെയിം ജയിച്ചാൽ എന്ത് കിട്ടും? ഉറപ്പുള്ള 3000 രൂപ കിട്ടും. അപ്പോൾ നമുക്ക് 2000 രൂപയുടെ ഗെയിം ഏതാണെന്ന് നോക്കാം. എടുത്തോളൂ ജിഷ. ജിഷയ്ക്കുള്ള അടുത്ത ഗെയിം അറിയണ്ട എല്ലാവർക്കും? അത് പറയുന്നതിന് മുമ്പ്, അറിയുന്നതിന് മുമ്പ് നമുക്ക് നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. ചുരുക്കിന് മുക്കാമുഴം പോട്ടെ മരി കൊഴുന്ത് കബക്കിന് മാട്ടി പൊടിച്ച് വിസ്താകുമാക്കി റസോമാരീകം. അസുഖം കളഞ്ഞല്ലോ. നമുക്കിന്ന് നിർത്താം. രാജമാണിക്കോ, ഈ സംഗീതം വരുന്നത് ഒരു പ്രത്യേക മൂഡിലാണ്. ആ സമയത്ത് ശല്യപ്പെടുത്തരുത്. 1 2 3 4 പിട പോലെ കുരുക്കിലാക്കണം. തുടുത്ത പൂങ്കവിളിൽ നനുത്ത കുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്ത
പ്രാപിട പോലെ കുരുക്കിലാക്കണം. ഉടുത്ത പുങ്കവിളി നനുത്ത പുഞ്ചിമിഴി മുത്താരം മുകിലാരം മുത്തമേകണം. പിച്ചിയും പിച്ചിയും ചൂടി കൊച്ചമ്മിണി വന്നാൽ തക്കിളി തക്കിളി കൂട്ടി തക്കിളി ഉണക്കു കമ്മണിയേ നുണക്കു വിദ്യകളായി മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. തുടുത്ത പുങ്കവിളി നനുത്ത പുഞ്ചിമിഴി മുത്താരം മുകിലാരം മുത്തമേകണം. சொடக்கு மேல சொடக்கு போடுது என் விரல் வந்து நடுத்தருவில் நின்னு சொடக்கு மேல சொடக்கு போடுது சொடக்கு மேல சொடக்கு போடுது என் விரல் வந்து நடுத்தருவில் நின்னு சொடக்கு மேல சொடக்கு போடுது சொடக்கு மேல சொடக்கு போடுது என் விரல் வந்து நடுத்தருவில் நின்னு சொடக்கு மேல சொடக்கு போடுது சொடக்கு மேல சொடக்கு மேல சொடக்கு மேல కొంచెం బీట్ మార్చండి రా బాబు. Chin up, shoulder down, chin down, chin പൊടിക്കാം. Eyes open, ready. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പെർഫോമൻസ്? സൂപ്പർ. അതാണ്. എങ്ങനെയുണ്ടായിരുന്നു? അതാണ്. ഇവിടുത്തെ കുട്ടികളാണ് ഗംഭീരമായിട്ട് കളിച്ചു. നല്ല കോർഡിനേഷൻ ആയിരുന്നു. ഗംഭീരം തന്നെ ആയിരുന്നു അല്ലേ? അപ്പോ അടുത്ത ഗെയിം നമ്മൾ വായിച്ചില്ല. വിഷയ്ക്കുള്ള ഗെയിം ഏറ്റവും എളുപ്പമുള്ള ഗെയിമാണ് ഇവിടെ കൊടുക്കുന്നത്. ഗെയിമിന്റെ പേരറിയണ്ടേ? ഗെയിമിന്റെ പേരാണ് ബോൾ ക്യാച്ചർ. അപ്പോ ഗെയിം എന്താണെന്ന് പറയാം. ഇതിനെ സഹായിക്കാനായിട്ട് ജിഷയുടെ രണ്ട് സുഹൃത്തുക്കളെയും കൂടെ വിളിക്കണം. വിളിച്ചോളൂ. രണ്ടുപേർ ആരൊക്കെയാണ്? സുനീഷ്. സുനീഷ്, കമോൺ സുനീഷ്. രഞ്ജിത്ത്. 100 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് ഒരു ബോൾ എടുക്കുക. ഓരോ ബോൾ ഇങ്ങനെ എറിഞ്ഞ് ജിഷയുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന ഈ ഗ്ലാസ്സിലിടുക. അപ്പോൾ 100 സെക്കൻഡിനുള്ളിൽ 4 ബോളുകളാണ് എറിഞ്ഞ് ഈ ഗ്ലാസ്സിലിടേണ്ടത്. അപ്പോൾ 2000 രൂപയുടെ ഗെയിമാണ്. ടോട്ടൽ 4 ബോൾ ഇടണം. നിങ്ങൾ മാറി മാറി എറിഞ്ഞ് 100 സെക്കൻഡിനുള്ളിൽ 4 ബോൾ ഇടണം. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ബോൾ ക്യാച്ചറാണ്, അതായത് 2000 രൂപയുടെ കളി. റെഡി? ഗെയിം സ്റ്റാർട്ട്. ശ്രദ്ധിച്ചിടൂ. 4 ബോളുകൾ. 1, വെരി ഗുഡ്. 2, 40 സെക്കൻഡ് കഴിഞ്ഞു. 3, 4. ജിഷേ, എന്തോ ജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ചെറുതായിട്ട് പ്രതീക്ഷ ഉണ്ടേനു. ചെറുതായിട്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ജയിച്ചു. അപ്പൊ 2000 രൂപയുടെ കളി ജയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ തലേന്ന് നിൽക്ക് വേണം കഴിക്കാം അല്ലേ? ഓക്കെ, ആശ്വാസം. ഹാപ്പിയായി. ഹാപ്പി. ഇനിയിപ്പോ നമുക്ക് എത്ര രൂപയുടെ ഗെയിമാണ് ജിഷ ഉള്ളത്? 3000. 3000 രൂപയുടെ ഗെയിമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ? റെഡിയാണ്. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ കളിക്കാൻ പോകുന്നത് ജിഷയാണ്. വെറും കളിയല്ല, 3000 രൂപയുടെ കളി. തീർച്ചയായിട്ടും
നമുക്ക് 3000 രൂപയുടെ കളി, ജിഷയെ കാത്തിരിക്കുന്ന കളി ഏത് കളിയാണെന്ന് നോക്കാം. ജിഷയ്ക്കുള്ള ഗെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഓക്കെ, എടുത്തോളൂ. ജിഷയ്ക്കുള്ള ഈ ഗെയിമിന്റെ പേരാണ് ബുൾഡോസർ. എന്റെ അമ്മേ, ബുൾഡോസർ. 80 സെക്കൻഡ് ആണ് ഗെയിമിന്റെ സമയം. ജിഷയുടെ തലയിൽ, നെറ്റിയിൽ ഒരു ഗ്ലാസ് കെട്ടിക്കൊടുക്കും. എങ്ങനെയാണോ ഒരു ബുൾഡോസർ പ്രവർത്തിക്കുന്നത് അതേപോലെ ഓരോ ബോൾ എടുക്കുക, 1 2 കയറിയാലും കുഴപ്പമില്ല, ഇതിൽ കൊണ്ടുപോയി ഇടുക. അപ്പോൾ സമയം 80 സെക്കൻഡ് ആണ്. 20 ബോളാണ് ഇടേണ്ടത്. ജിഷ റെഡിയല്ലേ? റെഡിയാണ്. ബോളിന്റെ എണ്ണം ഒന്ന് കുറച്ചാണ്. ബോളിന്റെ എണ്ണം കുറയ്ക്കാൻ യാതൊരു മാർഗവുമില്ല. നമ്മുടെ ഗെയിം മാസ്റ്റർ വളരെ സ്ട്രിക്റ്റ് ആണ് ഈ കാര്യത്തിൽ. അപ്പോൾ കളിക്കാൻ പോവുകയാണ്. ഗെയിമിന്റെ പേരെന്താണ്? ബുൾഡോസർ. ബുൾഡോസർ. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റെഡി, സ്റ്റാർട്ട്. സ്പീഡിൽ ചെയ്യൂ, സ്പീഡിൽ ചെയ്യൂ. അത് ഇഷ്ടപ്പെട്ടു. റെഡി, 80 സെക്കൻഡേ ഉള്ളൂ. 2 3 ബോള്. വെരി ഗുഡ്. 20 സെക്കൻഡ് കഴിഞ്ഞു. 20 സെക്കൻഡ് കഴിഞ്ഞു. യെസ്, വെരി ഗുഡ്. ഇട്ടോളൂ. ഓക്കെ, 40 സെക്കൻഡ് കഴിഞ്ഞു. റെഡി, 6 ബോള്. 10 സെക്കൻഡ് ബാക്കിയുണ്ട്. 8 സ്പീഡിൽ, സമയമില്ല. സെക്കൻഡ് ബാക്കി. 8 9 10 11 ബോള്. 20 സെക്കൻഡ് ബാക്കിയുള്ളൂ. 12 13 14 10 9 8 7 6 5 4 3 2 1 0. അപ്പോൾ 80 സെക്കൻഡ് ആയിരുന്നു ഈ ഗെയിമിന്റെ സമയം. ജിഷ ഇത്രയും ബോൾ ഇട്ടിട്ടുണ്ട്. ജയിച്ചോ തോറ്റോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ നാട്ടിലെ ഒരാളെ തന്നെ വിളിക്കാം. ഒന്ന് എണ്ണാൻ വന്നോളൂ ചേട്ടാ. എണ്ണ നോക്കിയിട്ട് ചേട്ടൻ തന്നെ തീരുമാനിച്ചോളൂ. എത്ര എണ്ണ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19. ജിഷേ, എന്താണ്? എന്തുപറ്റി? ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ല. സാരമില്ല. ഒരു എത്ര സ്പീഡ് കുറഞ്ഞു എന്റെ ആണോ? എന്ത് പറ്റി? ഒരെണ്ണം ആദ്യം പേടി തോന്നി, പിന്നെ ഒരു ഉഷാറ് വന്നു. ഉഷാറ് വരുമ്പോഴത്തേക്ക് സമയവും കഴിഞ്ഞു. അവസാനമായപ്പോ കുറെ എണ്ണം കിട്ടും അല്ലേ? ആദ്യത്തെ ഒരു പ്രശ്നം അല്ലേ? ആ രണ്ടും കൂടി ആയാലും ഒന്നങ്ങ് കുറച്ചിട്ട് ഒന്നങ്ങ് കയ്യിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ടൈം കഴിഞ്ഞു പോയില്ലേ ജിഷ? ഇത്രയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ജിഷ 4 പേരോട് വെയിറ്റ് ചെയ്തു. നമ്മൾ ഇത്ര നേരം സംസാരിച്ചു നിന്നില്ല, നിങ്ങൾക്ക് ഒന്നോട് സഹകരിച്ചു കൂടായിരുന്നോ? ഒരുപാട് നന്ദി. ഇനി ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ പറ്റട്ടെ. മേളങ്ങൾ നന്നായിട്ട് കൊഴിപ്പിക്കട്ടെ. ഫാമിലിയും എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഒരുപാട് സന്തോഷം. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ പ്രിയങ്കരിയായ ജിഷയായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി പുറത്തു പോകേണ്ടി വന്നു. എങ്കിലും 4 കണ്ടസ്റ്റന്റ് ബാക്കിയാണ്. വീണ്ടും നമുക്ക് ആ 4 കണ്ടസ്റ്റന്റിൽ ആരാണ് അടുത്ത ഗെയിം കളിക്കുവാൻ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോ 4 കണ്ടസ്റ്റന്റ് ഇതിനുള്ളിൽ ഭദ്രമായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരാളെയാണ് നമുക്ക് തെരഞ്ഞെടുക്കാൻ മാർഗമുള്ളൂ. വന്നോളൂ മോളെ.
സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അതെ, കാത്തിരിക്കുകയാണ് ആ ഭാഗ്യവതി അല്ലെങ്കിൽ ആ ഭാഗ്യവാൻ. അതെ, ആ ഭാഗ്യവതിയുടെ പേരാണ് ഇല്ലെങ്കിൽ ആ ഭാഗ്യവാനാണോ എന്ന് എനിക്കറിയില്ല. പേരിതാണ്, ആണാണോ പെണ്ണാണോ എന്ന് എനിക്കൊരു സംശയം. ഷിജി. അപ്പോ ഇതാണ് ഷിജി ചേച്ചി. ഞങ്ങളുടെ നാട്ടില് ഷിജി എന്ന് പറയുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പേരുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച ആരാണെന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ ആണാണോ പെണ്ണാണോ സംശയം. അപ്പോൾ ഷിജി എന്ന പേര് മനോഹരമായ ഒരു പേരാണ്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരാണ് ഷിജി. അപ്പോൾ ഷിജി എന്ന് പറഞ്ഞ പേരുള്ളവർ ഒരുപാട് നന്മയുള്ള ആളുകളാണ്. അപ്പം ചേച്ചിയുടെ പേരും ഭാഗ്യം കൊണ്ട് ഷിജി എന്നാണ് അല്ലേ? ചേച്ചി എന്ത് ചെയ്യുന്നു ഷിജി ചേച്ചി? വെഡിങ് സെന്ററിലെ സെയിൽസ്. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് ചേച്ചിയുടെ? ഹസ്ബൻഡ് 3 മക്കളും. 3 മക്കളും. കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരാൾ +1, ഒരാൾ 9, ഒരാൾ 6. പേരൊക്കെ എന്താ അവരുടെ? സായന്ത്, സഞ്ജയ്, സാന്ദ്ര. സായന്ത്, സഞ്ജയ്, സാന്ദ്ര. എല്ലാ പേരുകളിലും ചേച്ചിയുടെ അടക്കം പേരുകളിലൊക്കെ ഒരു വ്യത്യസ്തതയുണ്ട്. ചേട്ടന്റെ പേരെന്താ? സാജൻ. സാജൻ. അതാണ് എത്തത്തിലൊരു പ്രത്യേകതയാ. ഓക്കെ, സാജൻ ചേട്ടൻ എന്താ ചെയ്യുന്നത് ചേച്ചി? വാർപ്പിന്റെ പണിയാണ്. ഓക്കെ, അപ്പൊ സന്തോഷമാണ് ജീവിതം. ഇവിടെ വന്നിട്ടുണ്ടോ? ചേട്ടൻ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ഗെയിമിലേക്ക് പോകാം. ചേച്ചിയെ കാത്തിരിക്കുന്ന ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. റെഡിയല്ലേ നിങ്ങളെല്ലാം? അപ്പൊ ചേച്ചിക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ. ചേച്ചിയെ കാത്തിരിക്കുന്ന ആദ്യത്തെ ഗെയിം ഏതാണ് നമുക്ക് നോക്കണം. എന്നിട്ട് 1000 രൂപയുടെ ഗെയിമാണ്. ഇതിൽ ജയിച്ചാൽ 1000 രൂപ ഉറപ്പുള്ള സമ്മാനമാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ചേച്ചിയെ കാത്തിരിക്കുന്ന ആദ്യത്തെ ഗെയിം ഏതാണ് നമുക്ക് നോക്കാം. അപ്പോ ഈ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു കുട്ടിയുടെ നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് ഗെയിമിലേക്ക് പോകാം. റെഡിയല്ലേ?
മോളെ എന്തോ എന്താ പേര്? പൂജ. പൂജ. പൂജക്കുട്ടിയാണല്ലേ? പൂജക്കുട്ടി ഒരു പൂച്ചക്കുട്ടിയാണല്ലേ? നല്ലൊരു കൈയടി. നല്ലൊരു സമ്മാനം. സി കേരളം സൂപ്പർ ബമ്പർ കോപ്പ് അവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ. ചേച്ചിയാണ് മത്സരിക്കുന്നത്. വെറും ചേച്ചിയല്ല, ഷിജി ചേച്ചി. ഷിജി ചേച്ചിക്കുള്ള ഗെയിമാണ്. പറയട്ടെ, എളുപ്പമുള്ള ഒരു ഗെയിമാണ്. ഗെയിമിന്റെ പേരാണ് മണി ട്രാൻസ്ഫർ. അപ്പോൾ ചേച്ചി മണി ട്രാൻസ്ഫർ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് ഇവിടെ കുറേ കോയിൻസ് വെച്ചിട്ടുണ്ട്. അത് നെറ്റ് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇവിടെ കൊണ്ടുപോയിടണം. ഈ ബോക്സിൽ കൊണ്ടുപോയിടണം. എത്ര എണ്ണമാണ്? 20 എണ്ണമാണ് ഇടേണ്ടത്. സമയം എന്ന് പറയുന്നത് 2 മിനിറ്റ്, അതായത് 120 സെക്കൻഡ് ആണ് നമ്മുടെ സമയം. തീർച്ചയായിട്ടും ജയിക്കും. എളുപ്പമുള്ള ഗെയിമാണ്, ചേച്ചിയെ കൊണ്ട് പറ്റും. അപ്പം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. യെസ്. റെഡി? ഗെയിം സ്റ്റാർട്ട്. 1 2 3. ഒരുപാട് സമയമുണ്ട്. 4 5 6. എല്ലാവരും ഉറക്കേണ്ട. 7 8 9 10 11 12 13. 30 സെക്കൻഡ്. 14 15 16 17 40 സെക്കൻഡ് ബാക്കിയുണ്ട്. 19 20. തീർച്ചയായിട്ടും ജയിച്ചിരിക്കുകയാണ്. ഇതൊരു ഭയങ്കര സംഭവമായി പോയല്ലേ? എക്സ്പീരിയൻസ് ആയി പോയി. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അനുഭവം. സന്തോഷമാണല്ലേ? തീർച്ചയായും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും 2000 രൂപയുടെ ഗെയിമിലേക്ക് ഇപ്പൊ പോവാം. യെസ്. ഏതായാലും സന്തോഷമായി. നമുക്കിനി 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ റെഡിയാണ് ചേച്ചി, അല്ലേ? അപ്പോൾ ഏതായാലും 2000 രൂപയുടെ ഗെയിമിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ നമുക്കൊരു നല്ല പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ മത്സരിക്കുന്നത് ആരാണ്? ഷിജി ചേച്ചിയാണ് മത്സരിക്കുന്നത്. എന്താ സന്തോഷമൊക്കെ പോയോ? സന്തോഷമുണ്ട്. പെർഫോമൻസും കണ്ടില്ലേ? നല്ല പെർഫോമൻസ് അല്ലായിരുന്നു. അപ്പം നിൽക്കുന്ന നിപ്പ് കണ്ടിട്ട് 1000 രൂപ കൊടുക്കാനുണ്ട്. ഞാനേ അതിന്റെ ഒരു ഇടയ്ക്ക് വന്ന് എനിക്ക് 1000 കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു. ഉറപ്പായിട്ടും 1000 ഉണ്ട്. തീർച്ചയായിട്ടും ചേച്ചിക്കുള്ള 1000 രൂപയാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. നല്ലൊരു കയ്യടി. യെസ്, സന്തോഷം. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകണം. 2000 രൂപയുടെ ഗെയിം ഏതാണെന്ന് നോക്കണം അല്ലേ? റെഡിയല്ലേ? നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, അപ്പൊ ചേച്ചിക്കുള്ള 2000 രൂപയുടെ ഗെയിം എടുത്തോളൂ. ഷിജി ചേച്ചിക്കുള്ള 2000 രൂപയുടെ ഗെയിം ഇവിടുന്ന് തവളച്ചാട്ടം എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതാണോ? അല്ല. അല്ല, ഉറപ്പായിട്ട് നമ്മളത് തരില്ല കേട്ടോ. ഗെയിമിന്റെ പേരാണ് ഗ്ലാസ് ഗോപുരം. ഗ്ലാസ് ഗോപുരം എന്താണെന്ന് ഷിജി ചേച്ചിക്ക് ഒന്ന് പറഞ്ഞു തരാൻ പോവുകയാണ്. ചേച്ചി ഇതൊരാളെ കൂടെ ഹെൽപ്പിന് വിളിക്കണം. ആരാ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്? ഫൈസൽക്ക. എന്താ? ഫൈസൽക്ക. ഫൈസൽക്ക എവിടാണ്? അപ്പം ഗെയിം എന്താണെന്ന് പറഞ്ഞു തരാം. ആദ്യം ഒരു ഗ്ലാസ് വെക്കുക, അതിന്റെ മുകളിൽ സ്കെയിൽ വെക്കുക. സ്കെയിൽ വെക്കേണ്ടത് ഫൈസൽക്കയാണ്, ഗ്ലാസ് മാത്രം ചേച്ചി വെക്കുക. ഓക്കെ, അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം? ഗ്ലാസ് സൈഡിൽ വെക്കുക, ഇപ്പറേ സൈഡിലും ഒരു ഗ്ലാസ് വെക്കുക. ഗ്ലാസ് വെക്കേണ്ടത് ആരാണ്? ഷിജി ചേച്ചി. സ്കെയിൽ വെക്കേണ്ടത് ആരാണ്? ഫൈസൽക്ക. ഗ്ലാസ് വെക്കുക, സ്കെയിൽ വെക്കുക, രണ്ട് സൈഡിലും ഓരോ ഗ്ലാസ് വെക്കുക. അപ്പോൾ ഒരു തട്ടായി. അങ്ങനെ 3 തട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? മേലേക്ക്. ഇതിനുള്ള സമയം എത്രയാണെന്നറിയാമോ? എത്രയാണ്? ഇല്ല, അറിയില്ല. 100 സെക്കൻഡ് ആണ് ഇതിനുള്ള സമയം. ഇഷ്ടംപോലെ സമയമുണ്ട്. 3 തട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. യെസ്. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ഗെയിം സ്റ്റാർട്ട്. യെസ്, ശ്രദ്ധിച്ച് അതെ, ശ്രദ്ധിച്ചു വെക്കുക. സ്കെയിലുമായിട്ട് ഇതാ ഫൈസൽ അടുത്തുണ്ട്. ഒരു തട്ടായി. 10 സെക്കൻഡ് കഴിഞ്ഞു. രണ്ടാമത്തെ തട്ട് തുടങ്ങിയാണ്. റെഡി? വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. 20 സെക്കൻഡ് കഴിഞ്ഞു. വളരെ ശ്രദ്ധിച്ച്. തീർച്ചയായിട്ടും സൂപ്പർ. വെരി ഗുഡ് ചേച്ചി. പ്ലാൻ ചെയ്ത് ചെയ്യൂ. 30 സെക്കൻഡ് കഴിഞ്ഞു. യെസ്, ഇല്ല, പറ്റും. കറക്റ്റ് ബാലൻസ് ചെയ്താൽ പറ്റും ചേച്ചി. കൈയടിക്കൂ. യെസ്, പറ്റും. 40 സെക്കൻഡ് കഴിഞ്ഞു. സ്കെയിൽ സെന്ററിലാണോ നോക്കുക. പറ്റും ചേച്ചി, കറക്റ്റ് സെന്റർ ആണ്. പറ്റും ചേച്ചി, നേടണം. ഷിജി ചേച്ചി നേടും, ഉറപ്പാണ്. കൈയടിക്കുക. ഷിജി ചേച്ചിക്ക് പറ്റും. 60 സെക്കൻഡ് കഴിഞ്ഞു. പറ്റും, പറ്റും ചേച്ചി, പറ്റും ചേച്ചി. കറക്റ്റ് ബാലൻസ് ചെയ്താൽ പറ്റും ചേച്ചി. 75 സെക്കൻഡ്. ചേച്ചി പറ്റും. കറക്റ്റ് ചെയ്യൂ ചേച്ചി. 80 സെക്കൻഡ് കഴിഞ്ഞു. കൈയടിക്ക ചേച്ചി. പറ്റും. 90 സെക്കൻഡ് കഴിഞ്ഞു ചേച്ചി. ചേച്ചി സോറി, കൗണ്ട് ഡൗൺ. 10 9 8 7 6 5 4 3 2 1 0. എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി ഇതിനകത്ത് ജയിക്കണമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ
നല്ല ടൈമിങ്ങിൽ അത് ചെയ്തു വരികയായിരുന്നു. അപ്പോഴെന്തോ ഒരു ചെറിയ ബാലൻസിൻ്റെ നമുക്ക് ഇത് ഇങ്ങനെയുള്ള ഗെയിം ചെയ്യുമ്പോൾ കറക്റ്റ് ബാലൻസിങ് ആണ്. കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അല്ലേ, ചെറിയൊരു ശ്രദ്ധകുറവായിരിക്കും. സാരമില്ല ചേച്ചി, സങ്കടമുണ്ടോ? ഇല്ല, ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ, പക്ഷെ അത് പെട്ടെന്ന് തെറ്റിപ്പോയി. അതായത് സാരമില്ല ചേച്ചി. അപ്പോൾ ഇന്നത്തെ സമയം ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഏകദേശമായി. ഒരുപാട് നന്ദി, എല്ലാവർക്കും നന്ദി, ഈ നാടിന് നന്ദി, നാട്ടുകാർക്ക് നന്ദി, ഇവിടുത്തെ കലയോടുള്ള സ്നേഹത്തിന് നന്ദി. തുടർന്നും ഈ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോ സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ വീണ്ടും കാണാം. പുതിയ ഗെയിമുകളും കൈ നിറയെ നിങ്ങൾക്ക് ഒരുപാട് പൈസയുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സുരേഷ് പാലാക്കാരൻ.